ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ കാണുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു കേസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലുള്ള കേസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാനിപ്പോൾ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ ഫോം ഷീറ്റിൽ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഒരു കാർഡ്ബോർഡിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ 9 സെൻറ്റിമീറ്റർ വീതിയും 9 സെൻറ്റിമീറ്റർ നീളവുമുള്ള കാർഡ്ബോർഡ് പീസാണിത്. അതായത് ഒരു സമചതുരാണ്. എന്നിട്ട് ഇതിനെ ഇതേപോലെ 3 ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3, 3, 3 അങ്ങനെ 9 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ സൈഡ് എടുക്കും. ഇതൊരു സമചതുരാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് 6 പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാർഡ്ബോർഡിൽ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഫോം ഷീറ്റിൽ ചെയ്തെടുക്കാം, അതുപോലെ PVC ഷീറ്റിലൊക്കെ ചെയ്തെടുക്കാം. ഞാനിവിടെ കാർഡ്ബോർഡിൽ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഫോം ഷീറ്റായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അതിനായി ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത ഒരു കാർഡ്ബോർഡ് ആദ്യം എടുക്കാം. അതിനുശേഷം ഈ ഒരു കള്ളിയിൽ ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഈ 4 മൂലകളിലും വരച്ചു കൊടുക്കണം. ഇതേപോലെ സെൻറ്ററിലൂടെ ഒരു വര 4 മൂലകളിലും വരച്ചു കൊടുക്കാം. അപ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ഈ ഭാഗം, ഈ ഒരു കോണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ 4 മൂലകളിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഫ്രണ്ട്സ്, നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെയാണ് കിട്ടുക. ഇതേപോലെ നമുക്ക് ഈ 6 പീസിലും ചെയ്തെടുക്കണം. അപ്പോൾ അത് എല്ലാതും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കേണ്ടത്. അതായത് ഇതേപോലെ കട്ട് ചെയ്യാത്ത ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി ഒട്ടിച്ച് പോകും. അതായത് ഇവിടെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി 3 സൈഡിലും ഇതേപോലെയൊക്കെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ കിട്ടുന്നത്. ഇനി മുകളത്തെ ഒരു പീസും കൂടി ഇട്ടിക്കണ്ട് അത് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഗൈസ് എല്ലാ സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മൂലകളിലൊക്കെ ഓരോ പീസ് കാർഡ്ബോർഡ് ഒട്ടിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് സ്പീക്കറൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇതേപോലെ ഹോൾട്ട് എടുക്കുക. പിന്നെ അതേപോലെ ബോർഡ് സെറ്റ് ചെയ്യേണ്ടതൊക്കെ ഹോൾട്ട് എടുക്കുക. അപ്പോൾ ഇതിലല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാൻ ഹോളൊന്നും ഇടുന്നില്ല. ഇത് വെറും കേസ് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ കാർഡ്ബോർഡ് വെച്ചതിന് ശേഷം ഒരു മാർക്കർ യൂസ് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം. അതേപോലെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതേപോലെ അങ്ങനെ വെച്ച് ഒട്ടിക്കാം. ഇങ്ങനെ എല്ലാ മൂലകളിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കേസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്പീക്കറാണോ എന്താണോ വെക്കാൻ വെച്ചാൽ അതേപോലെ അതിന് ആവശ്യമായ ഹോൾട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യും. ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും കണക്ഷനൊക്കെ പാർട്ട് 2 വീഡിയോയിൽ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോവുകയാണ്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ കേസ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്.